ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസ്. ഇപ്പം എവിടെ നോക്കിയാലും ബിഗ് ബോസ് തന്നെ. യൂട്യൂബ് തുറന്ന ബിഗ് ബോസ് നിറഞ്ഞിരിക്കും. സോ ഞാനും ഓർത്ത് വൈ നോട്ട് ഗിവ് ഇറ്റ് എ ട്രൈ. അപ്പം ഞാനും ഒരു വീഡിയോ ചെയ്യുന്നു. ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓരോ പ്ലേയേഴ്സിനെ ഇൻഡിവിജ്വലായിട്ട് റിവ്യൂ ചെയ്യുന്നതാണ്. സോ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ കണ്ടസ്റ്റൻ്റാണ് അനീഷ്. അനീഷിനെ പറ്റി ഇപ്പം എന്താ പറയുക, ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ നമ്മളെല്ലാം കരുതിയ അനീഷ് അധികം കാലം ഒന്നും ഇവിടെ വാഴൂല, ഉടനെ തന്നെ പ്രേക്ഷകരെ ചവിട്ടി താഴെയിടുവന്ന. കാരണം അമ്മാതിരി ഗെയിം പ്ലേ ആയിരുന്നു, അമ്മാതിരി വെറുപ്പീരായിരുന്നു തുടക്കത്തിൽ. പക്ഷേ ഇപ്പോൾ പുറത്തിറങ്ങി ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കിയാൽ മനസ്സിലാവും അനീഷിൻ്റെ റേഞ്ച്. അനീഷ് വെറും ഒരു സാധാരണക്കാരനല്ല. പുള്ളിയുടെ മൈൻഡ് ഗെയിം എന്ന് പറഞ്ഞുണ്ടല്ലോ, ഇമ്മാതിരി മൈൻഡ് ഗെയിം. പുള്ളിയുടെ അത്രയും മൈൻഡ് ഗെയിം ഇട്ട് കളിക്കുന്ന വേറൊരാളെപ്പോലും ഞാൻ കണ്ടിട്ടില്ല. എല്ലാ ടാസ്കിലും ഓരോ ചെറിയ ലൂപ്പ് ഹോൾസ് കണ്ടുപിടിച്ച് അതുവഴി പിടിച്ചു കയറുന്ന ഒരാളാണ്. ഈവൻ ബിഗ് ബോസ് പോലും ഞെട്ടിപ്പോയി ഇയാളുടെ ഗെയിം കണ്ടിട്ട്. പുള്ളിയെ അവിടെയുള്ളവർക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടെന്ന് കാണുന്ന പ്രേക്ഷകർക്കറിയാം. പുള്ളിയുടെ വായിൽ നിന്ന് എന്തേലും ഒന്ന് വീണ് കിട്ടാൻ നോക്കി വെക്കുവാണ്. അപ്പം തന്നെ ചാടി കയറി കടിക്കാൻ വരും അപ്പാനെയും അക്ബറും ഒക്കെ. പുള്ളി പറയുന്നത് ചിലതൊക്കെ പൊട്ടത്തരമാണെങ്കിലും പുള്ളിയുടെ പോയിൻറ്റ്സൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മതി, മിക്കതും അത് വാലിഡ് പോയിൻറ്റ്സ് ആയിരിക്കും. ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ തൊട്ട് അവിടെയുള്ള മിക്ക കണ്ടസ്റ്റൻസും ചെറുതായിട്ടല്ലെങ്കിൽ വലുതായിട്ടാണെങ്കിലും ഗ്രൂപ്പിസം അവിടെ ചെയ്യുന്നുണ്ട്. പക്ഷെ അനീഷിന് വേറെ ഒരൊറ്റൊരുത്തൻ്റെ സഹായം വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പുള്ളിയുടേതായ ഒരു ഗെയിമിൽ ഇങ്ങനെ അങ്ങ് പോകുന്നു. പുള്ളി ഈസി ആയിട്ട് ടോപ്പ് 5 എത്താനുള്ള എല്ലാ ചാൻസസും ഞാൻ കാണുന്നു. കാരണം ആ ഒരു കാലിബർ ഉണ്ട് പുള്ളിക്ക്. നിങ്ങൾക്ക് പുള്ളിയെപ്പറ്റി എന്താണ് അഭിപ്രായം? പുള്ളി കപ്പടിക്കുമോ, അതോ കൂടിപ്പോയ 2-3 ആഴ്ച അതിനുള്ളിൽ പുള്ളി ഔട്ടാവുമോ? കമൻറ്റ് ചെയ്യുക. അടുത്തൊരു ദിവസം അടുത്തൊരു കണ്ടസ്റ്റൻറ്റുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.